കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സഭ എങ്ങനെയാണ് പോകേണ്ടത്, നടക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് സ്നാനത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് വിശ്വാസം എല്ലാ അനുഷ്ഠാനങ്ങളുടെയും പുറകിൽ പ്രധാന ശക്തിയാണ്. വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. വിശ്വാസം കൂടാതെയുള്ള ഏത് പ്രവൃത്തിയും പാപമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് പകരം ബോധവും സുബോധവും ഇല്ലാത്ത കാലത്ത് വെള്ളം തളിച്ചു എന്നുള്ളതിനാൽ സ്നാനപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വിശ്വാസം കൂടാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അനുഷ്ഠാനം, അത് എന്തെങ്കിലും സ്പിരിച്വൽ ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും പറയുന്നത് സ്നാനപ്പെട്ടിട്ടില്ല കുഴപ്പമില്ല, കർത്താവ് വിശ്വാസം മാത്രമാണ് നോക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടാതെ കർത്താവിനെ അനുസരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷേ ആ വിശ്വാസം ജെനുവിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരെ ഭയമായിരിക്കും, ചുറ്റുമുള്ളവരെ പേടിയായിരിക്കും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിലാണെങ്കിൽ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ പോലും നമ്മൾ ഭയപ്പെടുകയില്ല. അപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കൽപ്പനയെ ബലഹീനമാക്കുവാൻ ആരും ഉദ്യമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അപ്പം നുറുക്കലിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഒത്തിരി സെറമോണിയലായ ചടങ്ങുകൾ, മണിയടി, കുന്തിരിക്കം പുകയ്ക്കൽ, ഇങ്ങനെ ഒത്തിരി സെറമോണിയലായിട്ടുള്ള മെഴുകുതിരി, ഇതൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമായിട്ടാണ് ഈ ശുശ്രൂഷ ഇന്ന് പല സഭകളിൽ നടക്കുന്നത്. അത് നോക്കി ഈവൻ പെന്തക്കോസ്റ്റ് ചർച്ചുകൾ, സാധാരണ ചർച്ചുകളിൽ പോലും ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു ആഘോഷമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും ആ ശുശ്രൂഷയുടെ പേര് അപ്പം നുറുക്കൽ എന്നാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അടിസ്ഥാന വേദോപദേശങ്ങളെക്കുറിച്ച് പറയുന്ന 42-ാം വാക്യത്തിൽ പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നതാണ്. അപ്പോൾ അവർ അപ്പം നുറുക്കി പോന്നു. ആര്? ഈ വിശ്വാസികൾ. ഇന്ന് അപ്പം നുറുക്കുക പോയിട്ട് പലർക്കും കിട്ടാൻ തന്നെ പാടാണ്. അപ്പം നുറുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് നുറുക്കുക എന്നുള്ളത് പ്രധാനമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ അവൻ്റെ ശരീരം നുറുങ്ങിയതിലുള്ള പാർട്ടിസിപ്പേഷൻ, ആ ശരീരത്തിൻ്റെ ഒരു അംശമായി മാറുന്നതിനുള്ള പാർട്ടിസിപ്പേഷൻ, അത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമല്ല, അത് ആ സഭയിൽ വരുന്ന എല്ലാവർക്കും അപ്പത്തിൽ നിന്ന് നുറുക്കുവാൻ ഉള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമായതുകൊണ്ട് നമ്മൾ നുറുക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20:7 പറയുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഞങ്ങൾ അപ്പം നുറുക്കുന്നതിനായി കൂടി വന്നപ്പോൾ എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചടങ്ങിൻ്റെ പേര്, അല്ലെ അനുഷ്ഠാനത്തിൻ്റെ പേര് തന്നെ അവർ വിളിച്ചിരുന്നത് കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അതിലൊരു പങ്കാളിത്തം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത് അപ്പം നുറുക്കുന്നതിലൂടെയാണ്. ഒരു അപ്പം ചിലപ്പോൾ ആ കോൺഗ്രിഗേഷൻ വലുതാണെങ്കിൽ ചിലപ്പം 2 അപ്പം ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഈ നുറുക്കുന്നതിലൂടെയാണ്. കാരണം ഒരു സ്പിരിച്വൽ ബോഡി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, നമ്മളെങ്ങനെ പല അവയവങ്ങൾ ചേർന്ന് ഒരു സ്പിരിച്വൽ ബോഡിയായിട്ട് യുണൈറ്റഡ് ആകുന്നു എന്ന് കാണിക്കുന്നതാണ് അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. അപ്പമല്ല ആഘോഷിക്കപ്പെടുന്നത്, അതിൻ്റെ പുറകിലുള്ള യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഡിക്ലറേഷനാണ് നമ്മുടെ ആഘോഷത്തിൻ്റെ കാരണം. ഇത് തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞത്, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ് ഒരു പ്രവൃത്തിയെ ശുദ്ധീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ഫെയ്ത്താണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അപ്പം നുറുക്കുമ്പോൾ ഇന്നും പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഒരു പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ, ഇത്തിരി വലിയ ഒരു പാസ്റ്റർ വന്നിട്ട് ഈ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി എന്നുള്ള കർത്താവ് പറഞ്ഞ സ്ഥാപന വാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അപ്പത്തിന് എന്തോ ഒരു വിശുദ്ധി,
എന്തോ ഒരു സെപ്പറേഷൻ വരുന്നു എന്നൊരു ചിന്ത, അല്ലെങ്കിൽ എന്തോ ഒരു ക്വാളിറ്റി അതിനകത്ത് ആഡ് ചെയ്യുന്നു എന്നൊരു ഈ വാക്യങ്ങളിലൂടെ എന്നൊരു ചിന്ത നമുക്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ വാഴ്ത്തി അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തെയാണ് നമ്മൾ വാഴ്ത്തുന്നത്. ഈ വാഴ്ത്തലിലൂടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഓർമ്മ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുന്ന ആ ഓർമ്മയാണ് ഈ അപ്പത്തെ ശുദ്ധീകരിക്കുന്നത്, അതായത് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഈ അപ്പത്തെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ, ആ അപ്പം നുറുക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുവാൻ, ആ അപ്പത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ ഞാനും അതിൽ പങ്കാളിയാണെന്ന് പ്രസ്താവിക്കുവാൻ, ആ അപ്പം നുറുക്കുന്നതിലൂടെ ആ വേദന, കർത്താവ് അനുഭവിച്ച വേദനയുടെ പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഞാനും മറ്റൊരവയവത്തെ പോലെ തന്നെയാണ് എന്നുള്ള ആ ഒരു അറിവ്, അതുപോലെ വേറൊരാളുടെ ക്ഷമിക്കാതിരിക്കരുത്, നമ്മൾ ഒരപ്പത്തിൻ്റെ അംശങ്ങളും ഒരേപോലുള്ളവരും കർത്താവിൻ്റെ വേദനയിൽ പങ്കാളികളുമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. ഇവിടെയൊക്കെയാണ് അതിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ തലവിരിക്കുന്നത്. അതല്ലാതെ ഒരാൾ ആഘോഷിക്കുന്നതിലോ, അത് പഴയകാല നമ്മുടെ ട്രഡീഷണൽ ചർച്ചുകളിലുള്ള ആൾക്കാർ കൂദാശ ചെയ്യുന്ന പോലെ വളരെ നീട്ടി പരത്തി പറയുന്നത് കൊണ്ടോ ഉയർത്തി കൈ വിറപ്പിക്കുന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഓർമ്മ അവിടെ ഇല്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ക്രിസ്തുവിനെ ഓർക്കാൻ പോലും ആരും മുതിരാത്ത ഒരു കാലഘട്ടമാണ്. പലരും ക്രിസ്തുവിനെ ഓർക്കുന്നത് തന്നെ അന്ന് അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒന്ന് സെൻറ്റിമെൻ്റൽ ആകാൻ വേണ്ടിയാണ്. ശരിക്കും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളെ ഓർത്ത് കരയുവിൻ. കാരണം ജയാളിയായ ക്രിസ്തുവിനെ ഓർത്തല്ല നമ്മൾ കരയുന്നത്. നമ്മൾ കരയുന്നത്, കർത്താവ് നീ ഇങ്ങനെ നുറുക്കപ്പെടാൻ ഞാനൊരു കാരണമായല്ലോ, എൻ്റെ പാപങ്ങൾ നിമിത്തമാണല്ലോ എന്ന റിയലൈസേഷനാണ് ശരിക്കും നമ്മളെ കരച്ചിലിലേക്കും തകർച്ചയിലേക്കും എത്തിക്കേണ്ടത്. അല്ലാതെ വീണ്ടും ജയാളിയായി സ്വർഗത്തിൽ രാജാവായി വസിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തല്ല നമ്മൾ കരയുന്നത്. നമ്മൾ കരയുന്നത്, ഞാൻ നിമിത്തം ഈ വലിയ കർത്താവിന്, ശ്രേഷ്ഠനായ പരിശുദ്ധനായ കർത്താവിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പാപങ്ങൾ വഹിച്ച് എൻ്റെ സ്ഥാനത്ത് മരിക്കുവാൻ ഇടയായി എന്നുള്ളതാണ് എന്നെ കരയിപ്പിക്കുന്ന കാര്യം. അത് ഭയങ്കരമായ സ്നേഹമായിരുന്നു. ഒരു വലിയ കാര്യമാണ് എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് മരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം നുറുക്കലിനകത്തുള്ള ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഓർമ്മയാണ്. ഈ ഓർമ്മയിൽ നമ്മൾ ഒരാൾ ആഘോഷിക്കുന്നതിലൂടെയല്ല, എല്ലാവരും ഒന്നിച്ചോർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവരും ഒന്നിച്ച് നുറുക്കുന്നതിലൂടെയാണ് ശരിക്കും അപ്പം നുറുക്കുന്നതിൻ്റെ ഭംഗി, അതിൻ്റെ ഫെലോഷിപ്പിംഗ്, അതിൻ്റെ ഓർമ്മ സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊരു കൂദാശയായിട്ടാണ് ഇന്ന് ഈവൻ പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ പോലും നടക്കുന്നത്. ഒരു ഫെലോഷിപ്പായിട്ടല്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. ഈ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനും ഒരു പ്രധാന പങ്ക് ഈ അപ്പം നുറുക്കൽ വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും അപ്പം നുറുക്കുമ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റി ചേർന്നിട്ട് അപ്പത്തിൻ്റെ പങ്കാളികളായി മാറി ക്രിസ്തുവിൻ്റെ ആത്മീക ശരീരത്തെ ആഘോഷിക്കുകയാണ്. ആത്മീക ശരീരം എന്ന് ഉദ്ദേശിക്കുന്ന സഭയാണ്. ആ സഭയുടെ ഫെലോഷിപ്പിനെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ സഭയിൽ ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യേകമായി നടത്തപ്പെടേണ്ട ഒരു ചടങ്ങ് പോലെയല്ല. അത് ആദ്യമകാലത്ത് നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ ആഴ്ചവട്ടത്തിൽ 1-ാം നാളിൽ അപ്പം നുറുക്കാൻ കൂടി വരുന്നു എന്നുള്ള ആ ഒരു ചിട്ട തന്നെയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരെല്ലാം അവർ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നു. യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ നമ്മൾ യാഗം കഴിക്കേണ്ട കാര്യമില്ല. കാരണം യേശു ക്രിസ്തു നമുക്കായി യാഗമായി മാറി. ആ യാഗം കാരണമാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരുക്കി വെച്ചിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, നിൻ്റെ യാഗം നിമിത്തം ഞങ്ങളത് ഓർത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ഈ യാഗമില്ലായിരുന്നെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് പറ്റുകയില്ലായിരുന്നു. ഈ യാഗം ഞങ്ങൾക്കായി കഴിച്ച സ്വന്തം ശരീരത്തെ അതിനിടെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വർഷിപ്പ് ചെയ്യുന്നത്. നീ എത്ര വലിയവനാണ് ദൈവമേ, നിന്നെപ്പോലെ ആരുണ്ട്, നിന്നെപ്പോലെ സ്നേഹിക്കുന്ന ആരുണ്ട്. ഇത് നമ്മൾ ഓർക്കുന്നത് ഈ അപ്പം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പലരോട് സംസാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ആഴ്ചയും അപ്പം നുറുക്കാത്തത്? അപ്പോൾ അവർ പറയുന്നത്, ഇതെല്ലാ ആഴ്ച നുറുക്കിയാൽ ഇതിൻ്റെ വില പോകുമെന്നാണ്. എനിക്കത് വളരെ രസകരമായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴങ്ങനെ തന്നെയല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വില പോകുന്നുണ്ടോ? എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ഉപവാസത്തിൻ്റെ വില പോകും ആണെങ്കിൽ അങ്ങനെ ചെയ്യരുതല്ലോ, വില കളയരുതല്ലോ. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുന്നതിൻ്റെ വില പോവുകയില്ലേ? ഇതിന് മാത്രം എങ്ങനെയാണ്? ഇതൊന്നും പോവുകയില്ലെന്ന് നമുക്കറിയാം, ഇതിനൊന്നും വില പോവുകയില്ല. പക്ഷേ അപ്പം നുറുക്കുന്നതിന് മാത്രം എങ്ങനെയാണ് വില പോകുന്നതെന്നറിയോ? അതിന് കാരണം ഇതൊരു ആചാരമായി നടത്തുന്നതുകൊണ്ടാണ് അതിൻ്റെ വില പോകുന്നത്. ഇത് ആചാരമായി നടത്തേണ്ട കാര്യമല്ല. ഇതൊരു അനുഭവമായി കർത്താവിനെ ഓർക്കാൻ വേണ്ടി. കർത്താവിൻ്റെ ഓർമ്മ എങ്ങനെയാണ് മങ്ങുന്നത്? ഒരു രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ, അതിൻ്റെ വിശുദ്ധി മങ്ങിപ്പോവുകയില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഓർത്ത് എല്ലാ ഞായറാഴ്ചയും ചടങ്ങായിട്ടല്ല, അതൊരു സെലിബ്രേഷനായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ രക്ഷയാണ്,
നമ്മൾ ആഘോഷിക്കുന്നത് കർത്താവ് നമുക്ക് തന്ന അതിമഹത്തായ ദൈവകൃപയാണ്. ഇതെപ്പോൾ നടത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കൃത്യമായിട്ടും വേദപുസ്തകത്തിലെ പാറ്റേൺ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20:7 പറയുന്ന പോലെ അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വീട്ടിൽ നുറുക്കിയാൽ എന്താ കുഴപ്പം? കോവിഡ് സമയത്ത് പല ആൾക്കാരും ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ നുറുക്കുമായിരുന്നു. ഞാൻ അന്നും വിചാരിച്ചത് ഇന്നും വിചാരിക്കുന്നത് കർത്താവിൻ്റെ സഭയാണ് ഒരു ശരീരം. ഒരു വീട്ടിലെ അപ്പനും അമ്മയും മക്കളും അല്ല ഒരു ശരീരം. കർത്താവിന് അങ്ങനെ ഒരു മാർമിക ശരീരമില്ല. പലരും ഈ ഒരു അപ്പത്തിനകത്ത് എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ഇവർ അപ്പം വീട്ടിൽ നുറുക്കിയേക്കാൻ അനുഗ്രഹമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പത്തിനകത്തല്ല, ക്രിസ്തുവിലാണ് എല്ലാം ഉള്ളത്. ആ ഓർമ്മ മാത്രമാണ് അപ്പത്തിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയാം ശരീരത്തിൻ്റെ അസംബ്ലിയിലാണ് അപ്പം നുറുക്കപ്പെടുന്നത്. നിങ്ങൾക്ക് സഭയാം ശരീരത്തിൻ്റെ അസംബ്ലി ഇല്ലെങ്കിൽ അപ്പം നുറുക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം അപ്പം ഒന്നും കാണിക്കുന്നില്ല. അപ്പം വിലയുള്ളതാകുന്നതും മൂല്യമുള്ളതാകുന്നതും അത് സഭ അസംബ്ലി ചെയ്യുമ്പോഴാണ്. ഈ സഭയുടെ അസംബ്ലി ഈസ് ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് അപ്പം നുറുക്കേണ്ടത്. അത് നുറുക്കേണ്ടത് സഭയുടെ മൂപ്പന്മാരാണ്, സഭയിൽ ശുശ്രൂഷിക്കുന്നവരാണ്. അത് നുറുക്കാൻ, ആ ശുശ്രൂഷ നുറുക്കേണ്ടത് എല്ലാവരുമാണ്. പക്ഷേ ആ ശുശ്രൂഷ ചെയ്യുന്നത് സഭയിലെ മൂപ്പന്മാർ, സഭ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇതൊരു വീട്ടിലെ കാര്യമല്ല, ഇതൊരു സഭയുടെ കാര്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ പേരൻസും മക്കളും ഇരുന്ന് എന്ത് ചെയ്താലും അത് നിങ്ങൾ രാവിലെ കപ്പയും മീനും കഴിക്കുന്ന പോലെ ഉള്ളൂ, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്നവരേ ഉള്ളൂ. അതിനകത്ത് ദർ ഇസ് നത്തിങ്, നോ മെമ്മറീസ് ഓഫ് ക്രൈസ്റ്റ് ഡൈയിങ് ഫോർ യു. കാരണം ആ കർത്താവിൻ്റെ ശരീരം, മാർമിക ശരീരമാകുന്ന സഭ അവിടെ അസംബിൾ ആകാത്തത് കൊണ്ട് തന്നെ യേശു ക്രിസ്തുവിനെ ഓർക്കുവാൻ ഈ അപ്പം ഉപകരിക്കുകയില്ല. അതേസമയത്ത് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനാണെങ്കിൽ വിശപ്പ് മാറുന്നുള്ളതല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഒരുക്കുന്നത് കൊണ്ട് അതുകൊണ്ട് യാതൊരുവിധ സ്പിരിച്വൽ ബെനിഫിറ്റും ഇല്ല എന്ന് തന്നെയാണ് വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കോവിഡ് വന്നപ്പോൾ ഒരു വലിയ വേദനയായിരുന്നു അപ്പം നുറുക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. പക്ഷേ അതൊരു കർത്താവിൻ്റെ ഒരു ഡിസിപ്ലിനിങ് ആയിട്ട് കാണാനായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം. കർത്താവ് അനുവദിക്കുന്നില്ല, നിങ്ങൾ സെറ്റിലാവ്, ദൈവമായിട്ടും മനുഷ്യനുമായിട്ടും നല്ല മനസ്സാക്ഷിയുള്ളവരായി മാറാൻ കർത്താവ് ഒരു അവസരം തരികയായിരുന്നു. ആ സമയത്ത് കർത്തൃമേശ എടുക്കുന്നതെന്ന് എല്ലാവരെയും കർത്താവ് വിലക്കിയെന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്, ഒരു റീതിങ്കിങ്ങിന് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ക്രിസ്തു അല്ലാതെ ആരിലും മഹത്വമില്ല. അവനെ ഓർക്കാൻ വേണ്ടി അല്ലാതെ ഒരു പ്രവൃത്തിയും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വിശ്വാസത്തിലൂടെ അല്ലാതെ ചെയ്യേണ്ട ഒന്നുമില്ല. എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലാണ് ഇതെല്ലാം വരേണ്ടത്. ആ വിശുദ്ധമായ ഓർമ്മയെ വിശുദ്ധമായി അനുഷ്ഠിക്കുവാൻ, ധൈര്യമായി അനുഷ്ഠിക്കുവാൻ, അത് സ്നേഹത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, ഓരോരുത്തരും ആ അപ്പത്തിൽ ഒരേപോലെ അംശികൾ എന്നുള്ള ഐക്യത്തോടെ സകല ജാതികളെയും വംശങ്ങളെയും ഒന്നിച്ചു കൂട്ടിവരുത്തി ഒരു കുടുംബമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ രക്ഷാപ്രവൃത്തിയെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ അപ്പം നുറുക്കലിൽ പങ്കാളിയാകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഒരിടത്തുമില്ല. കൂടി വരുമ്പോഴൊക്കെ അപ്പം നുറുക്കണമെന്ന് ബൈബിളിലില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ബൈബിളിൽ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് അനുഷ്ഠിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നാണ്. കൂടി വരുമ്പോഴൊക്കെയും ഇല്ല. അപ്പോൾ ഇത് കൂടി വരുമ്പോഴെല്ലാം ചെയ്യുന്നില്ല, സഭ അസംബിൾ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. വർഷിപ്പിന് അസംബിൾ ചെയ്യുമ്പോഴാണ്, അത് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയുള്ള അസംബ്ലി, വർഷിപ്പ് അസംബ്ലിയിലാണ് ഈ അപ്പം നുറുക്കൽ നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും അപ്പം നുറുക്കുന്നതുകൊണ്ട് രോഗം മാറും എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. സ്പിരിച്വൽ ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മകൾ, കർത്താവിൻ്റെ മരണത്തെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമുക്കൊരു ആത്മീകമായ ആഹാരമായിട്ട് മാറുന്നുണ്ട്. ഈ ആത്മീകമായ ആഹാരം എന്ന് പറയുന്നത് ഈ അനുഷ്ഠാനം യേശുക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ജീവിതത്തിൽ ഊർജ്ജം നൽകുന്ന, ആത്മീക ഊർജ്ജം നൽകുന്ന ഒരു ആത്മീക അനുഷ്ഠാനമായിട്ട് നമ്മളത് ചെയ്യുന്നത് കൊണ്ട് ആത്മീക വർധന ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. അതുപോലെ കർത്താവ് നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും രക്ഷയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്നും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഊന്നിപ്പറയുവാനും എല്ലാം ഈ അപ്പം നുറുക്കൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സഭകളിൽ ഇത് നുറുക്കുകയും കർത്താവിൻ്റെ മരണത്തെ വീണ്ടും വീണ്ടും പ്രസ്താവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് സഭകളിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, അപ്പം നുറുക്കുന്ന ദിവസം അവർ അറ്റ്ലീസ്റ്റ് യേശുക്രിസ്തു എന്ന വാക്കെങ്കിലും പറയും. അല്ലാത്ത ദിവസങ്ങളിൽ സഭയിൽ യേശുക്രിസ്തു അപ്രസക്തനാണ്. സഭയിൽ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കാത്ത അനേക അവസ്ഥകളുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ച അപ്പം നുറുക്കുവാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു വിക്ടറി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭയുടെ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൃപാവരങ്ങളുടെ ഉപയോഗമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞു. കൃപാവരങ്ങളെ ദൈവം നൽകുന്നത് എന്തിനാണ്? പൊതുപ്രയോജനത്തിനാണ്. അപ്പോൾ ആർക്കൊക്കെ കൃപാവരങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സഭയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഓരോ അവയവങ്ങളെ ഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടാണ് ഘടിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ വിരലിനും ഒരു പർപ്പസ് ഉണ്ടെന്ന് പറയുന്ന പോലെ, ചെറുവിരലായാലും വലിയ വിരലായാലും എല്ലാറ്റിനും ഒരു പർപ്പസ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഓരോരുത്തരും ചേരുന്നതിനകത്തും ഓരോ പർപ്പസ് ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ മിനിസ്ട്രിയും ഏൽപ്പിക്കുന്നത് അങ്ങനെ എനേബിൾഡ് ആയിട്ടുള്ള, സ്പിരിച്വലി എനേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഏൽപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം കൃപാവരങ്ങളെ നൽകുന്നത്. അപ്പോൾ കർത്താവ് വരുന്നവരെ പ്രത്യേകിച്ച് ഓർക്കണം, ഇടയ്ക്ക് ഈ കൃപാവരങ്ങൾ നിന്നു പോകുന്നില്ല. കർത്താവ് വരുന്നത് വരെയും അവൻ്റെ സഭയെ പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ദൈവത്തിൻ്റെ ആത്മാവ് സഭയുടെ അവയവങ്ങളായ ഓരോരുത്തരിലൂടെയും ഈ കൃപാവരങ്ങൾ നൽകുകയും അങ്ങനെ സഭയെ എക്വിപ്പ് ചെയ്യുകയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുവാനുള്ള ആത്മീക വർധന സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നു. ഈ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ സഭയിൽ ഓപ്പറേറ്റ് പെടുമായിരുന്നു അന്നും ഇന്നും അങ്ങനെ വേണമെന്നുള്ളതാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സഭയിൽ ഏർപ്പെടുത്തപ്പെടുന്ന കൃപാവരങ്ങൾ? പല ആൾക്കാരും അപ്പോസ്റ്റലിക് കൃപാവരങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോസ്റ്റലിക് ഓഫീസ് ഇപ്പോഴില്ല. അപ്പോസ്തലികമായി ശുശ്രൂഷ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പോസ്തലൻ എന്ന ഓണററി ടൈറ്റിൽ ചില ആൾക്കാരിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ആഫ്രിക്കയുടെ അപ്പോസ്തലൻ, ഇന്ത്യയുടെ അതൊക്കെ ഒരു ഭംഗിവാക്കാണ്. ശരിക്കും അപ്പോസ്തലന്മാർ അതോടുകൂടി, അതായത് ശരിക്കും ബൈബിൾ കാലഘട്ടത്തിൽ കർത്താവിനെ കണ്ടിട്ടുള്ളവർ, ആ അധികാരമുള്ള അപ്പോസ്തലന്മാർ ഇന്നില്ല. വചനം എഴുതി ചേർക്കുവാൻ പറ്റുന്ന, അവരെഴുതുന്നത് വചനമായി മാറുന്ന, ബൈബിളായി മാറുന്ന അതോറിറ്റിയുള്ള അപ്പോസ്തലന്മാർ ഇന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ഫൗണ്ടേഷൻ, ഈ ഫൗണ്ടേഷൻ ഓൾറെഡി ഇടപ്പെട്ടതാണ്. ഇനി ആ ഫൗണ്ടേഷൻ രണ്ടാമതിടുവാൻ സാധ്യമല്ല. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ഏത് പ്രവാചകന്മാരാണ് ഈ ഫൗണ്ടേഷനിലുള്ളത്? അത് പുതിയ നിയമത്തിൽ സഭയിൽ പ്രവചിക്കുന്നവരല്ല, പഴയ നിയമ പ്രവാചകന്മാരാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്നത് പ്രവാചകന്മാരുടെ കൊട്ടേഷൻസാണ്. അവർ പ്രവാചകന്മാരെയാണ് അടിസ്ഥാനമിടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് അപ്പോസ്തലിക പ്രസംഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിച്ചാലും ലേഖനങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകുന്നത് പഴയ നിയമ പ്രോഫറ്റ്സ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അപ്പോസ്തലന്മാർ ആവർത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അപ്പോസ്തലന്മാർ ആ പ്രവചനങ്ങൾ നിറവേറി എന്ന് പറഞ്ഞാണ് കർത്താവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫൗണ്ടേഷൻ വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപുസ്തകത്തിലാണ്. അത് പഴയ നിയമ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമാണ്. ശരിക്കും അതിൻ്റെ ഓർഡർ തിരിച്ചാണ്. അപ്പോസ്തലന്മാർ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ഉള്ള പ്രൊഫസീസിനെ സ്ഥാപിച്ചുകൊണ്ടാണ് സഭയുടെ അടിസ്ഥാനമിടുന്നത്. എന്നാൽ അതുകൂടാതെ സഭയിൽ പ്രവചനം എന്ന കൃപാവരമുള്ള അനേകം ആളുകളുണ്ട്. ഈ പഴയ നിയമ പ്രവചനവും പുതിയ നിയമ പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമ പ്രവചനം പ്രവാചക അഭിഷേകത്തിൻ്റെ ഫലമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പല പ്രവാചകന്മാർ അഭിഷിക്തന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവചനം അഭിഷേകം ആയിരുന്നു, രാജത്വവും അങ്ങനെയായിരുന്നു, പൗരോഹിത്യവും അങ്ങനെയായിരുന്നു. എന്നാൽ അതെല്ലാം ക്രിസ്തുവിൽ, അഭിഷിക്തനിൽ, ദി അനോയിൻറ്റഡ് വൺ, യേശു ക്രിസ്തു എന്ന അഭിഷിക്തനിൽ അതെല്ലാം നിറവേറി. സഭയ്ക്കകത്ത് അഭിഷിക്ത പ്രവാചകന്മാരില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരേ അഭിഷേകമാണ്. അത് ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ്. ക്രിസ്തുവിൻ്റെ തലയിൽ വീണ ആ ഓയിൽ അവൻ്റെ എല്ലാ അവയവങ്ങൾക്കും അഭിഷേകം നൽകുന്നു. അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള അഭിഷേകമാണ് നമുക്കുള്ളത്. അത് രണ്ടാമത് വേറൊരു അഭിഷേകമില്ല. അപ്പോൾ ഈ ഒരു അഭിഷേകം പഴയ നിയമത്തിലെ കഥയും ഇതുമായിട്ട് മിക്സാക്കിയിട്ട്, പഴയ നിയമത്തിലെ സംഭവങ്ങൾ ഇതുമായിട്ട് മിക്സാക്കിയിട്ട് അഭിഷേകം എന്ന വാക്ക് ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമ പ്രൊഫസി എന്ന് പറയുന്നത് അന്ന് ഈ പ്രവാചകന്മാരിലൂടെ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത്. ഒരു രാജാവിന് യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നറിയാൻ പ്രവാചകന് ആവശ്യമാണ്. അവൻ തെറ്റു പറയാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് അതുപോലെ പ്രാപിച്ച് ഉള്ള റെവലേഷനാണ് പറയുന്നത്. അപ്പോൾ അത് ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ ആണ്. വേറൊരു വഴി ഒന്നില്ല. എന്നാൽ ഇന്നത്തെ വ്യത്യാസം എന്താണ്? ഇന്ന് സഭയിൽ പ്രോഫറ്റ്സ് ഉണ്ടാവണം, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് തന്നെ സംസാരിക്കാൻ പറ്റും. കാരണം വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം. നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അതും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ വി ആർ ബെറ്റർ എക്വിപ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രവാചകന്മാർ സഭയിലുണ്ട്, പക്ഷേ സഭയിലുള്ള പ്രവാചകന്മാർക്ക് പഴയ നിയമ പ്രവാചകന്മാരെ പോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ള കപ്പാസിറ്റി ഇല്ല, പാടില്ല. കാരണം അത് നമ്മൾ തന്നെയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത്. കാരണം ദൈവം അവരോട് അവരുടെ കാര്യം സംസാരിക്കുന്ന പോലെ തന്നെ ദൈവം തൻ്റെ ഏത് മക്കളോടും സംസാരിക്കും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അഗബോസും പൗലോസും തമ്മിലുള്ള ഇടപാടാണ്. അഗബോസ് പൗലോസിനോട് പറയുന്നത്,
നിന്നെ യെരുശലേമിൽ നീ പോയാൽ നിന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്നാണ്. പോകണോ വേണ്ടോ എന്ന് അഗബോസ് പറയുന്നില്ല. കാരണം അത് പറയാൻ അഗബോസ് അല്ല തീരുമാനിക്കുന്നത്. അത് ദൈവത്തിന് ഡയറക്റ്റായിട്ട് അവൻ്റെ ശുശ്രൂഷകനോട് പറയാം. അത് അഗബോസ് പറഞ്ഞതനുസരിച്ചല്ല പോകുന്നത്. അതുകൊണ്ട് അഗബോസ് പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ യുദ്ധത്തിന് പോകണോ യുദ്ധത്തിന് പോകണ്ടോ എന്നൊന്ന് അതോറിറ്റി ദൈവം നിന്നോട് കൽപ്പിക്കുന്നു പറയാൻ അഗബോസ് തയ്യാറല്ല. അങ്ങനത്തെ ഒരു പ്രൊഫസി അല്ലത്. ദൈവം നിന്നോട് കൽപ്പിക്കുന്നു നീ ഇങ്ങനെ ചെയ്യുക എന്ന് അഗബോസ് പറയുന്നില്ല. ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അഗബോസ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അഗബോസ് വേറൊരു പ്രവചനം പറയുന്നുണ്ട്, ലോകത്തെമ്പാടും വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പ്രവചിച്ചു. ഈ പ്രവചിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൽപ്പന അഗബോസിൽ നിന്ന് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മക്കളോടും ദൈവം അവൻ്റെ കൽപ്പനകൾ പേഴ്സണലായിട്ട് നൽകുന്നൊരു ദൈവമാണ്. പക്ഷെ നമ്മൾ അഗബോസിൻ്റെ പ്രവചനത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനും അതിനെ അതിജീവിക്കാനും അതിനെ വിശ്വാസത്തോടെ നേരിടാനും ഈ ശുശ്രൂഷകൾ സഹായിക്കും. അപ്പോൾ അതിനൊരു റോൾ ലിമിറ്റേഷനുണ്ട്. ഇപ്പം ഒരാൾ സഭയിലേക്ക് കയറി വരുന്നു, പുതിയ ആളുടെ കാര്യം പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ പാപമോചനം ലഭിച്ചവരുടെ കാര്യമല്ല. ഒരു പുതിയ ആൾ സഭയിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രവാചകൻ ആ സഭയിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നീ പാപിയാണ്, ഇന്ന രീതിയിൽ നീ മാനസാന്തരപ്പെടേണ്ടതാണ് ഇന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അത് അവനൊരു അത്ഭുതമാണ്, ഒരു അടയാളമാണ്. അപ്പോൾ ശരിക്കും പ്രവചന ശുശ്രൂഷ ഒരു സഭയിൽ ആ സഭയെ വളരെ പവർഫുൾ ആക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ വില്ല് ആ സഭയിൽ വെളിപ്പെടുന്നുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ തെളിവാണ് ഈ പ്രൊഫസി എന്ന് പറയുന്നത്. പക്ഷെ പുതിയ നിയമ പ്രൊഫസിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് പഴയ നിയമം പോലെ ഒരു യുണീക്ക് അഭിഷേകത്തിൽ നിന്ന് വരുന്നതല്ലാത്തതുകൊണ്ടും ഒരു സഭയുടെ പശ്ചാത്തലത്തിനകത്ത് നിന്നുകൊണ്ട് ഉള്ളൊരു ശുശ്രൂഷയായതുകൊണ്ടും ഇതിനകത്ത് എല്ലാ പ്രവചനവും ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു സഭയിൽ പല പ്രവാചകന്മാർ പറയുന്നത് ദൈവവചനപ്രകാരം ശരിയാണോ എന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. പുതിയ നിയമത്തിൽ തുച്ഛീകരിക്കാതെ അത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവാൻ. ഇപ്പം എന്നോട് പലരും പ്രവചിച്ചിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് അപ്പോൾ തന്നെ കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്, വേറെ ചിലത് അത് മാനുഷികമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നിയാലും കർത്താവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, കർത്താവ് നിൻ്റെ ഹിതം എന്താണെന്ന് നടന്നോട്ടെ, ലെറ്റ് മീ സീ. അത് ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ പ്രൊഫസിയെ നമ്മൾ ഞാൻ എന്ത് ചെയ്യണം, അല്ലെ ഭാവി അറിയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങോട്ട് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങളെ ദൈവം ഇനിഷ്യേറ്റ് ചെയ്ത് ആളുകളിലൂടെ പറയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രവാചകനെ അന്വേഷിച്ച് പോകുന്നതും ദൈവഹിതം അറിയാൻ വേണ്ടി സ്വന്തം മുറിയിൽ മുട്ടുമടക്കാതെ കർത്താവിനോട് ചോദിക്കാതെ കർത്താവുമായി ഒരു ബന്ധവുമില്ലാതെ നമ്മൾ വെളിയിൽ പോയി ആളുകളോട് ചോദിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം പറ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് ആത്മീക പരാജയമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കേണ്ട കഴുതേ വരെ ഉപയോഗിക്കാൻ സാധിക്കും. പ്രവാചകന്മാരെ അന്വേഷിച്ച് പോകുന്നതും അവരുടെ ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കുന്നതും ദൈവവുമായി നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ് കാണിക്കുന്നത്. ഓരോ സഭയിലും പ്രവാചകന്മാരുണ്ടാകണം. ഓരോ സഭയിലും പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണം. അതൊരിക്കലും മനുഷ്യരുടെ ഭാവി പറയാനോ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനോ നിങ്ങളുടെ ഏതെങ്കിലും മാർഗമായി ഉപയോഗിക്കുന്ന ഒരു വഴിയല്ല പുതിയ നിയമസഭയിലെ പ്രവചനങ്ങൾ എന്ന് മനസ്സിലാക്കുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ ശക്തമാക്കുന്നു. ദൈവം എന്താണ് ഒരാളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത്, ആ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പവറായിട്ട്, അതായത് വെളിപ്പെടുത്തുക എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിൻ്റെ മേൽ വരുന്നു. അങ്ങനെയാണ് ഈ പ്രൊഫസി വരുന്നത്. ഇത് രേഖപ്പെടുത്തി വെക്കാനൊന്നും പറ്റിയല്ല. ഇതൊക്കെ വ്യക്തിപരമായതും ഓരോരുത്തരെയും തക്ക സമയങ്ങളിൽ സഹായിക്കുന്നതുമായ പ്രൊഫസീസാണ്. അപ്പോൾ ഒരു സഭയിലൊരു പ്രോഫറ്റ് ഉണ്ടാകാം. 1, 2, 3, 5, 10. ഫിലിപ്പോസിന് 4 പെൺകുട്ടികളുണ്ടായിരുന്നു, 4 പേരും പ്രവചിക്കുമായിരുന്നതാണ്. അപ്പം എത്ര പേര് വേണമെങ്കിലും ആകാം. ഇത് പഴയ നിയമം പോലെ ഒരു മെയിൻ പ്രവാചകൻ, കുറേ പ്രവാചക ശിഷ്യന്മാർ, അങ്ങനെയല്ല. ദൈവം ആർക്കെല്ലാം കൊടുക്കുന്നോ അവർക്കെല്ലാം. ഇപ്പോൾ പ്രവചനം പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, പ്രവാചക ശിഷ്യന്മാരൊക്കെ ഇന്നുണ്ടായി. പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ വികലമായ കോപ്പിയിങ്ങാണ്. പഴയ നിയമത്തിൻ്റെ വികലമായ കോപ്പിയിങ്. ഒരാളിൽ നിന്ന് കൃപാവരം വേറൊരാളിലേക്ക് പകരുന്നില്ല, ക്രിസ്തുവിൽ നിന്നാണ് പകരുന്നത്. അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോഴും അന്ന് കൃപ വന്നുകൊണ്ടിരുന്ന ക്രിസ്തുവിൽ നിന്ന്, തലയിൽ നിന്ന് മാത്രമേ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പല ആൾക്കാരും തലയിൽ നിന്നല്ല, അവരുടെ പാസ്റ്ററിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി നടക്കുന്നു. അത് നിങ്ങൾ ഏത് രാജ്യവും അന്വേഷിക്കുന്നത്, ആരുടെ ആത്മാവിനെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ടീച്ചിങ്. ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ട കൃപാവരങ്ങൾ രണ്ടാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പ്രൊഫസിയിങ്, മറ്റൊന്ന് ടീച്ചിങ്, പിന്നെ ശുശ്രൂഷകൾ, ഹീലിംഗ് എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു ഏറിയാണ്. ഒരു സഭയിൽ ആത്മീകമായ പ്രശ്നങ്ങളിലിരിക്കുന്നവർ, മാനസികമായ പ്രശ്നങ്ങളിലിരിക്കുന്നവർ, അങ്ങനെ പലതരം ആൾക്കാരുണ്ട്. ഇവരെ ഹീൽ ചെയ്യുക എന്ന് പറയുന്ന കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും രോഗസൗഖ്യത്തിലൂടെയും
എല്ലാമുള്ള ഹീലിംഗ് ഒരു സഭയിൽ നടക്കണം. എത്രയോ മുറിവേറ്റ ആൾക്കാർ ഒരു സഭയിലുണ്ട്. അത് അവിടെ എല്ലാം ആ ഹീലിംഗ് നടക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ അന്യഭാഷ എന്ന് പറയുന്നത് ശരിക്കും 1 കൊരിന്ത്യർ 14 പറയുന്നതനുസരിച്ച് മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഭാഷ എന്നുള്ളതാണ്. അപ്പോൾ അത് പല രീതിയിൽ ഉപയോഗിക്കാം. പേഴ്സണൽ മെഡിറ്റേഷനിൽ കർത്താവിനോട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സഭയിൽ ഒരു ദൂതായിട്ട് കർത്താവ് തരുന്നുണ്ടെങ്കിൽ, ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ സഭയിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് ഏത് രീതിയിൽ അന്യഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കൃപാവരങ്ങളിലൂടെ എല്ലാം ദൈവം സഭയിൽ പല ആളുകളിലൂടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം സഭയെ പണിയുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കൃപാവരത്തെ നമ്മൾ നിഷേധിക്കുകയോ ചെറുതായി കാണുകയോ ചെയ്യാതെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനോഹരമാണ്. അത് ദൈവത്തിൻ്റെ സഭയെ പണിയാൻ വേണ്ടി, അതിനെ ശക്തമാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഇന്ന് ഇതിൻ്റെ വ്യാപകമായ ദുർവിനിയോഗം, കൃപാവരങ്ങളുടെ വ്യാപകമായ ദുർവിനിയോഗം എല്ലായിടത്തും കാണാം. അനേകർ ബന്ധിതരായി പോകുന്നതിൻ്റെ വ്യാജമായ ഉപയോഗം നിമിത്തമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സഭയിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് ഒരിക്കലും നടക്കുകയില്ല. അവിടെ നിങ്ങൾ മാത്രമേ മഹത്വപ്പെടുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താൽ, കൃപയാൽ അവിടുത്തെയുള്ള സഭയിൽ, അവിടെ സഭയിലുള്ള ഓരോരുത്തരും എക്യുപ്പ് ചെയ്യപ്പെടുമ്പോഴാണ് സഭ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ ഒരാളുടെ കൃപാവരം പോലും അൺഅവൈലബിൾ ആകരുത്. ഒരാളുടെ ശുശ്രൂഷ പോലും ഒരു സഭയിൽ അൺഅവൈലബിൾ ആകരുത്. എന്തിനാണ് 10,000 കൂടുന്ന ചർച്ച്? എന്തിനാണ് അത്? 1000 ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 പിരിയേണ്ടത് ആവശ്യമാണ്. 100 പേരിൽ കൂടുതലൊരു സഭയിലിരുന്നാൽ 100 പേര് തന്നെ അധികമാണ്. വേറൊരാളുടെ വേദനകൾ നമുക്കറിയില്ല. ഒരാൾ ഏത് കഷ്ടത്തോടെ കടന്നു പോകുന്നതെന്ന് പാസ്റ്ററിന് അറിയില്ല. പാസ്റ്ററിന് ആരെയും ടാപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ശുശ്രൂഷകർക്കും എല്ലാവരെയും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വലിയ സഭയാക്കൂട്ടങ്ങളായിട്ടല്ല, ഒരപ്പത്തിൻ്റെ അംശികളാകാവുന്ന ആളുകൾ അസംബിൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അനേകം ചെറിയ കൂട്ടങ്ങൾ ഓരോ തെരുവുകളിലും ഉണ്ടാകുമ്പോഴാണ് ആ സഭയിൽ എക്വിപ്ഡ് ആയിട്ടുള്ള ശുശ്രൂഷകൾ ഉണ്ടാകുന്നത്. വളരെ വേഗം സുവിശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷേ ഒരു മെഗാ ചർച്ച് കാണുമ്പോൾ ഈ മറ്റ് മതത്തിലുള്ളവർക്ക് ഒരു ഭീഷണി പോലെയാണ് തോന്നുന്നത്. അവിടെയാണ് അപകടം. ഓരോ ഉപ്പ് വിതറപ്പെടുന്നത് പോലെ ഓരോ തെരുവുകളിലും വിതറപ്പെട്ട് അലിഞ്ഞു ചേർന്ന് ആ തെരുവുകളിലൂടെ തെരുവുകളിലെല്ലാം ക്രിസ്തുവിനെ പ്രസിദ്ധമാക്കാനുള്ള വിളിയാണ് നമുക്കുണ്ടായതെങ്കിലും നമ്മൾ ബാബേൽ ഗോപുരങ്ങൾ പണിത് ആ ബാബേൽ ഗോപുരത്തിൻ്റെ കീഴിലേക്ക് ചെല്ലാനാണ് വിശ്വാസികൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ തെരുവിലും അലിഞ്ഞു ചേരേണ്ടവരാണ്. ചെറിയ ചെറിയ കൂട്ടങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ അനേകം സഭകൾ ലോകത്തിൻ്റെ ഓരോ കോർണറിലും ഓരോ സ്ട്രീറ്റിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സഭ, അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് തലയായിരിക്കുന്നൊരു സഭ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളവിടെ എല്ലാം കർത്താവെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യാൻ വേണ്ടി തുറന്ന ഹൃദയത്തോടെ കർത്താവ് അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാൻ, അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അപ്പം നുറുക്കി അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് ദൈവമേ, ഞങ്ങൾ ഓരോ ദിവസവും അങ്ങയുടെ കൈകളുടെ വൻ കാര്യങ്ങളെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.